കേരളം മുഴുവനും ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള എന്താ പറയുക വളരെ എന്താ പറയുക വളരെ വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന നെടുമങ്ങാട് മണ്ഡലമാണ്. അപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ നമ്മുടെ LDFന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് CPIന്റെ ഇപ്പോഴത്തെ MLAയും ഇപ്പോഴത്തെ മന്ത്രിയൊക്കെ ആയ GR അനിലാണ്. നമുക്കറിയാം ഒരു CPIയും UDFും ഒക്കെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ ഇപ്പം എന്തായാലും GR അനിൽ വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ UDFന്റെ അതാണ് വളരെ രസകരമായിട്ടുള്ളത്. UDFന്റെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം പഴയ CPI കാരനാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്തൊക്കെ അദ്ദേഹം CPI ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ബി ജെ പിയുടെ ഇന്നത്തെ യുവ നേതാക്കൾ വളരെ ശ്രദ്ധേയനായ യുവരാജ് ഗോകുലാണ് എന്താ പറയുക അംഗത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനാങ്കൽ കുമാറിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണമെങ്കിൽ അദ്ദേഹം ശരിക്കൊരു തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയാണ്. അവിടെ തന്നെ എന്താ പറയുക ജനിച്ചു വളർന്ന് CPIയുടെ ഒരു വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം. അദ്ദേഹം ശരി AITUCന്റെ ട്രിവാൻഡ്രം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഇടതുപക്ഷത്തിനു വേണ്ടി എന്താ പറയുക ഒരുപാട് വർഷം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം അത് അവിടെ എന്താ പറയുക പ്രത്യേകിച്ച് ആ നാട്ടുകാർക്കൊക്കെ കൃത്യമായിട്ട് അതറിയായിരിക്കും. അദ്ദേഹത്തിനെ കഴിഞ്ഞ വർഷം അവിടുന്ന് CPIന്ന് പുറത്താക്കിയതാണ്. അതായത് പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്താ പറയുക ആ കഴിഞ്ഞ വർഷം നടന്ന CPIന്റെ സമ്മേളനം അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കിയ സമയത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെ അദ്ദേഹത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം ഒരു സമാന്തര യോഗം ഈ തൊഴിലാളികളുടെയൊക്കെ വിളിച്ചു ചേർത്തു. അതിനുശേഷം അദ്ദേഹത്തിന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നും പറഞ്ഞിട്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ എന്താ പറയുക ഒരു നമുക്കറിയാം ഇന്ന് കോൺഗ്രസ് മാത്രമല്ല ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇലക്ഷൻ പോലെയല്ല ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഡ്രാമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് BJP എന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ചാടുക അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ചാടുക ഒക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ കണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്നുള്ള ഒരു ഇതിലേക്ക് LDFലേക്ക് പോകുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നു. BJPയിലേക്ക് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു BJPയിലോട്ടുണ്ട്. പക്ഷെ BJPന്ന് വിട്ടിട്ട് സന്ദീപ് വാര്യരൊക്കെ പെട്ട് പോയതല്ലാതെ എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും BJPന്ന് വിട്ടിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്തതായിട്ട് ഇപ്രാവശ്യം എൻ്റെ ഒരു അറിവിൽ കണ്ടിട്ടില്ല. എന്തായാലും ഇത് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് അതായത് BJPയും LDFും ഒക്കെ ഒരു ആയുധമാക്കി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തായാലും അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി ആയിരിക്കുകയാണ്. അപ്പോൾ അത് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാരണം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കുമോ എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എത്തി. അദ്ദേഹം ഇതിനെ കുറിച്ചൊരു പ്രസ്താവനയും ഇറക്കിയിരുന്നത് എൻ്റെ ലാൻഡിങ് സേഫായി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഞാൻ സ്ഥാനാർത്ഥിത്വം ഞാൻ എന്താ പറയുക അത് നമുക്ക് പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. പാർട്ടി തീരുമാനിക്കണം. പാർട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. പാർട്ടിയിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള അവിടെയുള്ള രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് എന്നെ തീരുമാനിച്ചത്. എന്താ പറയുക വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു വാചകം അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ്. അതായത് ഇത്രകാലം CPIയിൽ വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് വളരെ എന്താ പറയുക വളരെ പോളിഷ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാചകമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാ പ്രവർത്തകരോടും ഇവിടെയുള്ളവരോടൊക്കെ ഇവിടുത്തെ എന്താ പറയുക ലോക്കലായിട്ടുള്ള പ്രവർത്തകരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പല ഭാരവാഹികളോട് സംസാരിച്ചിട്ടുണ്ട്. ആർക്കും ഞാൻ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം എല്ലാവരും പറയുന്ന പോലെ കോൺഗ്രസിൽ ഇപ്പം എല്ലാവരുടെയും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് CPM BJP ഡീൽ. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇവിടെ CPM BJP തമ്മിൽ ഡീലാണ്. ആ ഡീലിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോരാടും എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ GR അനിലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആയ GR അനിലിനെ കുറിച്ച് പറഞ്ഞ് GR അനിലിനെ വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. GR അനിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയിലും എനിക്ക് പങ്കുണ്ട്. ഇപ്പൊ CPIന്റെ അന്തകനായി മാറിയിരിക്കുകയാണ് GR അനിൽ എന്നാണ് ഈ പറയുന്ന കുമാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് ഇപ്പൊ എന്താ പറയുക ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട്. കോൺഗ്രസ് ഇവിടെ വളരെ ശക്തമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ GR അനിലിനെ കുറിച്ച് പറയണം. കാരണം കറന്റ്ലി ഇപ്പോൾ അദ്ദേഹം ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ചും പല ചർച്ചകളൊക്കെ നടന്നു. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ പറഞ്ഞിരുന്നത് പാർട്ടിക്ക് അപ്പുറത്ത് ഒരു മന്ത്രിയില്ല. അതായത് CPIന്റെ അവരുടെ ഒരു പാർട്ടിക്കകത്ത് ഒരു സാധാരണ പ്രവർത്തകനും ഒരു മന്ത്രിയൊക്കെ ഒരുപോലെ തന്നെയാണ്. പാർട്ടി പറയും ഞാൻ അനുസരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ കുറെ നമുക്കറിയാം
LDFന്റെ അകത്ത് തന്നെ CPM-ഉം CPI-യും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് PM ശ്രീ വിഷയത്തിൽ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി, ഞാൻ ഇപ്പോഴും കൂടി ആ വീഡിയോ എടുത്ത് കണ്ടത് വളരെ രൂക്ഷമായിട്ടാണ് ശിവൻകുട്ടിക്കെതിരെ എന്ന് പറഞ്ഞത്. കാരണം ക്യാബിനറ്റിന്റെ ഇരുട്ടിൽ നിർത്തി വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ശിവൻകുട്ടിയും അതിന് മറുപടി പറഞ്ഞു, ജിയാനലിനെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ്, സ്നേഹവും ബഹുമാനവും ഒക്കെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും CPI-ന്റെ എന്താ പറയുക സീറ്റ് തന്നെയാണത്. അവിടെ ഇപ്പൊ GR അനിലിനെ തന്നെ വീണ്ടും നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് CPM-ഉം കൂടി സമ്മതിക്കാതെ ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതേ പറഞ്ഞ ജനങ്ങൾക്ക് എന്താ പറയാ, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. ഇപ്പൊ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയിട്ട് ഒരു പൊരി വെയിലത്താണ്. അപ്പൊ അതിലൊരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് ഞാൻ കണ്ടു, വെയില് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വെയിലൊന്നും എനിക്ക് പ്രശ്നമില്ല, തീയിൽ കുരുത്തതാണ് ഞങ്ങളൊക്കെ, ഞങ്ങൾ വെയിലത്ത് പാടില്ല, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ, ഞങ്ങൾ വെയിലത്ത് തന്നെ പ്രവർത്തിച്ച് വന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഇവിടെ ഈ പറഞ്ഞ നെടുമങ്ങാട് അവരുടെ മണ്ഡലത്തിൽ ഒരു മാർക്കറ്റ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊരു ആധുനിക മാർക്കറ്റാണ്, അത് ജില്ലയിലെ ഒന്നാമത്തെ മാർക്കറ്റായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, പട്ടിണി മാറ്റിയ ഗവൺമെന്റാണ്. നമുക്കറിയാം അതിദാരിദ്ര്യ മുക്ത കേരളം എന്നൊക്കെ ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്. പിന്നെ നാടിന് ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. ആ സ്വപ്ന പദ്ധതികൾ ഞങ്ങൾക്ക് ഇനി പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ LDF ഗവൺമെന്റ് തന്നെ വീണ്ടും പിണറായി 3.0 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും മന്ത്രി എന്നായിരിക്കാം അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് ഈ ഇപ്പൊ നമുക്കറിയാം വിലക്കയറ്റത്തിന്റെ കാര്യം, ഈ ഗ്യാസിന്റെ ക്ഷാമമൊക്കെ വന്നതിന്, അപ്പൊ അതിനെതിരെയൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് വിലക്കയറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് സാധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പരിധി വരെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസിന്റെ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇപ്പൊ കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത്, അതായത് ഈ അടുത്ത് വീട്ടിൽ പോയി കണ്ടു, ഞാൻ ഇവിടുത്തെ നമ്മുടെ അവസ്ഥ പറഞ്ഞതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ സപ്ലൈകോന്റെ കാര്യത്തിലായാലും പല കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നമുക്കറിയാം. ഒരു മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ അദ്ദേഹം GR അനിൽ ഇപ്പൊ നെടുമങ്ങാടെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് യുവരാജ് ഗോകുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോ കൺവീനറാണ് നമ്മുടെ BJP-യുടെ ഇന്റലക്ച്വൽ സെല്ലിനെ. ഒരു എന്താ പറയുക, ഒരു തീപ്പൊരി നേതാവൊക്കെ തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവരാജും സന്ദീപ് വാര്യരൊക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയപ്പോൾ യുവരാജിനെതിരെയൊക്കെ അദ്ദേഹം കുറെ സംസാരിച്ചു. യുവരാജ് എന്തിനാണ് ഈ വെറുപ്പിന്റെ ഒരു ഫാക്ടറി നിൽക്കുന്ന അവിടെ നിന്ന് ഇറങ്ങി വന്നൂടെ എന്നൊക്കെ ചോദിച്ചു. എനിക്കൊന്ന് ഒരു സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സ്ഥാനം കൊടുത്തില്ല തോന്നുന്നു യുവരാജന്. അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്തു. പക്ഷെ എന്തായാലും അദ്ദേഹം BJP-യുടെ ഒപ്പം തന്നെയാണ്. അദ്ദേഹം ശരിക്ക് ഇപ്പൊ ഈ മറ്റ് രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ മറ്റു രണ്ടുപേര് GR തന്നെയായാലും ഈ മീനാങ്കുൽ കുമാർ ആയാലൊക്കെ തിരുവനന്തപുരംകാരനാണ്. യുവരാജ് ശരിക്കും തിരുവനന്തപുരംകാരനല്ല, പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിക്കണം. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അമ്മ വീട് തിരുവനന്തപുരം തന്നെയാണ്, കിളിമാനൂരാണ് എൻ്റെ അമ്മ വീട്, അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലമാണ്. പിന്നെ അദ്ദേഹം 2005 മുതൽ എന്താ പറയുക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നാടിനെ വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ അദ്ദേഹം ഈ BJP ഇപ്പോൾ ഉന്നയിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് LDF-ഉം UDF-ഉം ഒന്നാണ്. ഇവിടെ എനിക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് LDF UDF ആണ്. ഇദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ഞാൻ റീല് കണ്ടു. അതായത് സുരേഷ് ഗോപി പറഞ്ഞ യുവരാജ് ജയിച്ചാൽ കേരളത്തിന് ഗുണം തന്നെയാണ്. പിന്നെ രണ്ട് ശത്രുക്കളില്ല, നിങ്ങൾ ജനങ്ങൾക്ക് ഒരു ശത്രുവുള്ളൂ. അതായത് LDF UDF-ഉം ഇപ്പൊ ഒറ്റക്കെട്ടാണ്. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് യുവരാജിനെ ജയിപ്പിച്ചാൽ ഈ രണ്ട് ശത്രുക്കളെ ഒരുമിച്ച് തോപ്പിക്കുന്നത് തുല്യമാണ് എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്കൂടെ BJP ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ അവർ എടുക്കുന്ന ഒരു ആയുധം ഇത് തന്നെയാണ്, LDF UDF രണ്ടല്ല ഒന്നാണെന്നുള്ളതിനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മണ്ഡലം നെടുമങ്ങാട് മണ്ഡലം പൊളിയാണ്, നമ്മൾ തൂക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാനിവിടെ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും BJPക്ക് ഇപ്രാവശ്യം 60,000 വോട്ട് എങ്കിലും മിനിമം കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വോട്ട് വീതത്തിന്റെ ഒരു എത്ര വോട്ട് BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൂടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കേരളം നമ്പർ 1, അതായത് കേരളം ഇപ്പോൾ നമ്പർ 1 ആണ്. പക്ഷെ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന മണ്ഡലമായ നെടുമങ്ങാടിന്റെ അവസ്ഥ അതാണോ എന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ
മന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു മന്ത്രിനെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ആ മന്ത്രി ഇവിടെ ഉണ്ടായിട്ട് നെടുമങ്ങാടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അദ്ദേഹം ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോത്തക്കാട് ജംഗ്ഷനിൽ അവിടെ ഇപ്പോൾ ഒരു വീപ്പക്കുറ്റി വെച്ചിട്ടുണ്ട്. അതൊരു മന്ത്രിയുടെ പ്രവർത്തനത്തിന് മോശം പ്രവർത്തനത്തിന്റെ ഒരു സ്മാരകമായിട്ടാണ് കാണേണ്ടത്. പിന്നെ അവിടെ ജില്ലാ ആശുപത്രി, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു കുഞ്ഞ് മരിച്ച കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ അവിടെ അനാസ്ഥയാണ്. അതായത് ആളെ കൊല്ലുന്ന ഒരു ആശുപത്രിയാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. വെറുതെ ഒരു കെട്ടിടം പുറത്ത് ഭംഗിയിൽ പണിതുകൊണ്ട് കാര്യമില്ല, അതിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണം. ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയാണത്. പിന്നെ വെള്ളാനിക്കൽ പാറ എന്ന് പറഞ്ഞൊരു ടൂറിസം കേന്ദ്രമുണ്ട്. ആ ടൂറിസം കേന്ദ്രം മനോഹരമാക്കി മാറ്റാവുന്ന ഒന്നും ഈ മന്ത്രി ചെയ്തിട്ടില്ല. ഇപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിയാൻ പോകുമ്പോൾ ഇലക്ഷന്റെ സമയം ഇപ്പോൾ ഒരു AO വീഡിയോ വെറുതെ ചെയ്തു വെച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും എടുത്തെടുത്താണ് ഈ യുവരാജ് ഗോകുല് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നു. GR ആണെങ്കിൽ തുടർ ഭരണം വരും, അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് പറയണം. എന്നാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു. യുവരാജ് ആണെങ്കിൽ ഇവർ രണ്ടുപേരെയും മാറ്റി വരുമെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഈ നെടുമങ്ങാടിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 1957 മുതൽ 87 വരെ CPI തന്നെയാണ് ഭരിച്ചിരിക്കുന്നത്. അതൊരു ഇടതുപക്ഷത്തിന്റെ എന്താ പറയുക കോട്ടയായിരുന്നു. അതിനെ തകർത്തത് പിന്നീട് 87 അല്ല 91 വരെ CPI ആണ്. അതിന് 91 അവിടെ കോൺഗ്രസ് വന്നു. പാലോട് രവിയാണ് അതുവരെ ഉണ്ടായിരുന്ന CPIന്റെ ഒരു കുത്തക പൊളിച്ചു മാറ്റിയത്. പിന്നെ 2001 വീണ്ടും CPI തന്നെ അവിടെ വന്നു. അത് കഴിഞ്ഞ് 2011 അത് മാറി വീണ്ടും പാലോട് രവി തന്നെ വന്നു. പിന്നെ 2016 മുതൽ ഇപ്പൊ LDF ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF തന്നെ, CPI തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 2016 മുതൽ 21 വരെ ദിവാകരനായിരുന്നു. 21 GR അനിൽ വന്നു. ഇനിയിപ്പോൾ 26 എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ വോട്ട് വിഹിതം എടുത്തു കഴിഞ്ഞപ്പോൾ വളരെ രസകരമാണ്. ഞാൻ കുറെ പുറകോട്ട് പോയില്ല. 91 മുതൽ നോക്കുകയാണെങ്കിൽ 91 ഈ പറഞ്ഞ പോലെ പാലോട് രവി വന്ന സമയത്ത് അവിടെ കോൺഗ്രസിന് 48% മുകളിലായിരുന്നു വോട്ട് വീതം. CPI തൊട്ട് താഴെ തന്നെയാണ് 47%. BJPക്ക് വെറും 3.4% ഉണ്ടായിരുന്നത്. 96 എത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് 49%, CPIക്ക് 45%. ഇത്രേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക്, ഒരു 91 96 അവിടെ പാലോട് രവി തന്നെയാണ് ഭരിച്ചത്. 2 തവണ കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ CPI ഇവർ കോൺഗ്രസ് തമ്മിൽ വലിയ ഒരു വ്യത്യാസമില്ല. ചെറിയ 1% 2%ഒക്കെ വോട്ട് ചെയ്തേ ഉള്ളൂ. 2001 എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ CPI ചെറിയ ഭൂരിപക്ഷത്തിനാണ്. അതായത് 47.8% CPIക്ക് കിട്ടി, കോൺഗ്രസിന് 47.7%. BJP അപ്പോഴും 3.5% കടന്ന് കളിക്കട്ടോ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളൊക്കെ. ഇനി 2006 എത്തിക്കഴിഞ്ഞപ്പോൾ CPIക്ക് 47% മുകളിൽ വന്നപ്പോൾ കോൺഗ്രസിന് 47. അതും ചെറിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ CPI ചെയ്തത്. BJP വീണ്ടും വോട്ട് വീതം കുറഞ്ഞു, 2.4 എത്തി. ഈ 3% നിന്ന് താഴോട്ട് വന്നു. 2011 എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസ് 47.8%, CPI 43.8, BJP 4.7, കുറച്ച് മെച്ചപ്പെട്ടു. 2016 എത്തിക്കഴിഞ്ഞപ്പോഴാണ് BJPയുടെ ഒരു വളർച്ച ഇവിടെ കാണേണ്ടത്. കാരണം CPI 38%, കോൺഗ്രസ് 35%. അതായത് 40%കളിൽ നിന്നിരുന്ന രണ്ട് പാർട്ടി 40 താഴോട്ട് ഇപ്പൊ BJPക്ക് കിട്ടിയത് 23% മുകളിലാണ്. VV രാജേഷ് ആയിരുന്നു അന്ന് ആ ഒരു BJP, അതായത് 2%, 3%, 4% നിന്നിരുന്ന ഒറ്റയടിക്ക് 23%ലേക്കാണ് BJPയുടെ ഒരു വളർച്ച. 2021 വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് അത് ഒന്ന് താന്നു. ഈ പറയുന്ന 23% എന്നുള്ള ഒരു 17%ലേക്ക് എത്തി. അപ്പുറത്ത് CPIക്ക് വലിയൊരു ഗ്രോത്ത് അവിടെ വന്നു. അതായത് അവർ വീണ്ടും 47ലേക്ക് എത്തി, 48%ലേക്ക്. കോൺഗ്രസ് 32%ലേക്ക് എത്തി. അപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് 26,000 വോട്ടാണ് കിട്ടിയത്, ഈ പറഞ്ഞ ഒരു 17%. ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഈ SIR ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ 1.5 ലക്ഷത്തിന് മുകളിൽ കുറെ വോട്ടുകളൊക്കെ മാറി പോയിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടെ വോട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനി ഇപ്രാവശ്യം വീണ്ടും ഇനി CPI തന്നെ തുടർ ഭരണം വരും, അതോ ഇനി അവിടെ ഈ പറഞ്ഞത് യുവരാജ് എന്ന് പറഞ്ഞ യുവരക്തം VV രാജേഷ് കൊണ്ടുവന്ന ആ ഒരു ട്രെൻഡ് പോലെ ഞെട്ടിക്കുന്ന ഒരു ട്രെൻഡ് കൊണ്ടുവരും. എന്തായാലും അത് ഒന്നാമതാവുമെന്ന് അറിയില്ല, രണ്ടാമതാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 3 പേരും അവരുടേതായ അവകാശവാദങ്ങളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരു നെടുമങ്ങാടുകാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരംകാരനാണെങ്കിൽ, ഇതൊന്നുമല്ല, നിങ്ങൾ ഇതൊക്കെ ശരിക്കും ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.